ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ മൺഡേ എത്തിയിരിക്കുന്നു, നമ്മുടെ മോട്ടിവേഷൻ ഡേ. സാധാരണ ഇപ്പോൾ ചില മൺഡേസൊക്കെ ഞാൻ മുങ്ങാറുണ്ടല്ലേ, വീഡിയോസ് ഇടാറില്ല. പക്ഷേ ഇന്ന് എനിക്ക് സത്യത്തിൽ സമയം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു മോട്ടിവേഷൻ വീഡിയോ മുടക്കണ്ട. അപ്പോൾ പക്ഷേ ഒരുപാട് ആൾക്കാർ കാണുന്നില്ലെങ്കിലും വളരെ കുറച്ച് ആൾക്കാരാണെങ്കിൽ ആ കുറച്ച് ആൾക്കാർ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മൺഡേ മോട്ടിവേഷൻ്റെ ഈ ഒരു ദിവസം എന്ന് എനിക്കറിയാം. ഞാനൊരു വലിയ മോട്ടിവേറ്ററോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതെല്ലാം എൻ്റെ അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് തോട്ട്സിൽ നിന്നും വരുന്നതാണ്. നമ്മളിൽ എല്ലാവരും തന്നെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു മോട്ടിവേറ്റർ ഉണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ പാഠം. നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അതെല്ലാം ഒരു ലെസണാണ്. ചിലപ്പോൾ നല്ല കാര്യങ്ങളാകും, ചീത്ത കാര്യങ്ങളാകും. അപ്പോൾ നല്ലതിനെയും ചീത്തയെയും നമ്മൾ ഒരുപോലെ വരവേൽക്കുക. വരുന്നതൊന്നും കളയണ്ട കേട്ടോ. അത് ഇപ്പം നല്ലത് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ട് ചീത്ത കാര്യങ്ങൾ വരുമ്പോൾ അയ്യോ എനിക്ക് കഷ്ടകാലമാണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്കെന്തിങ്ങനെ വന്നു എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇതിനെല്ലാത്തിലും ഒരു ഗുണപാഠം ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. അപ്പോൾ അതെല്ലാം തന്നെ നമുക്കൊരു വഴികാട്ടിയായി മാറുകയും ചെയ്യും. അപ്പോൾ നല്ല കാര്യങ്ങളാണെങ്കിലും നമുക്ക് സ്വയം നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, നമ്മളെ അഭിനന്ദിക്കാൻ തോന്നുന്ന കാര്യമായിരിക്കും. നമുക്കിതൊക്കെ കിട്ടിയല്ലോ, നമ്മൾ അത്രയ്ക്ക് നല്ലതാണോ, അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് സ്വയം തോന്നുന്ന, അല്ലെ നമ്മളെ കഴിവുകളെ ഇങ്ങനെ അനുമോദിക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ സ്വയം അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നല്ല കാര്യങ്ങൾ നല്ലതാണ്. എന്നാൽ ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അപ്പോഴും ഇത് തന്നെയാണ് അനുഭവം. ചീത്ത കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. നാളെ ഒരു കാലത്ത് അത് ആവർത്തിക്കാതിരിക്കാനും മറ്റുള്ളവരിലേക്ക് അത് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു കൊടുക്കാനും എനിക്കിങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി, അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക എന്ന് പറയാനൊക്കെ ഉള്ളൊരു ആർജവം നമുക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നല്ലതായാലും ചീത്തയായാലും നമ്മൾ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുക. നമുക്കതെപ്പോഴും ഒരു മാർഗ്ഗദർശിയായിരിക്കും. പിന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്കൊരു ഫോർ റണ്ണർ പോലെ അവർക്കങ്ങനെ പറ്റിയില്ലേ, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന് വിചാരിക്കാനായിട്ട് നമ്മളൊരു വഴികാട്ടിയായി മാറാനും തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും, നമുക്ക് കഷ്ടകാലമാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതൊരു ഉപകാരപ്പെടുന്ന ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നത്, പറഞ്ഞു വന്നാൽ ഇത്രേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനാണ്. അതായത് നമ്മളെപ്പോഴും വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി, സന്തോഷത്തോടുകൂടി, അല്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട്, നമ്മുടെ മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാതെ ഉദ്ദേശം എന്നൊക്കെ പറയില്ലേ, അതായത് ഒരാൾക്ക് ഏറ്റവും നല്ലത് വരണം എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അവരോട് പറയുകയോ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളിൽ പല ആൾക്കാരും ചെയ്യാറുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാറില്ല കേട്ടോ. പണ്ടൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത്തരം പരിപാടി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കുറേയൊക്കെ കണ്ടടിച്ച് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് കൂടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിങ്ങനെ പറയും, നമ്മൾ വിചാരിക്കും ഒരു പക്ഷേ നമ്മുടെ ബന്ധുവിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അയൽവാസിയുടെ കാര്യത്തിലാകാം. അപ്പോൾ അത് മക്കളുടെ കാര്യമാകാം, ടീനേജ് മക്കളാകാം, ചെറിയ കുട്ടികളുടെ കാര്യമാകാം, അതല്ലെങ്കിൽ അവരുടെ തന്നെ പേഴ്സണൽ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും കാര്യമായിരിക്കും, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവർക്കതറിയാണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർക്കതിലൊരു അറിവുകേടുണ്ട്, നമുക്കറിയുന്നൊരു കാര്യമാണ്, നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോട് അവർക്ക് നല്ലത് വരട്ടെ, അവർക്ക് അബദ്ധം പറ്റാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അത്തരം ഇടപെടലുകൾ അല്ലെങ്കിൽ അത്തരം സഹായങ്ങൾ ഒരിക്കലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. അത് നല്ലതിനാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അത് നല്ലതിനാണെന്ന് കേൾക്കുന്ന ആളിന് തോന്നില്ല. കേൾക്കുന്ന ആളിന് എന്താ തോന്നും, അത് അവർക്കെന്തോ നമ്മളോട് പ്രശ്നമുണ്ട്, നമ്മളോട് അസൂയാണ്, അല്ലെങ്കിൽ നമ്മൾ നന്നായിരിക്കുന്ന കാണാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മളെ കുരുക്കിൽപ്പെടുത്താനാണ്, അല്ലെങ്കിൽ നമ്മളോട് എന്തോ പ്രശ്നമുണ്ട്, അത് അവരെ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ശരിയായ രീതിയല്ല എന്ന് തന്നെ തോന്നുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞ് ഒരാളെ രക്ഷിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളവിടെ ഒരു പോസിറ്റീവ് പേഴ്സൺ ആകുകയാണോ ഒരു നെഗറ്റീവ് പേഴ്സൺ ആകുകയാണോ? തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് പേഴ്സണായിട്ടായിരിക്കും ചിത്രീകരിക്കപ്പെടുന്നത്. നല്ല ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ ഉദ്ദേശശുദ്ധിയൊന്നും ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ചിലപ്പോഴല്ല, ഒരു 90% ഇൻസിഡൻസിലും അനുഭവങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 10% ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാകാം. പക്ഷേ 90% 95% അങ്ങനെ തന്നെ. ഒരു പക്ഷേ നമ്മളോടാണെങ്കിലും നമ്മുടെ കാര്യത്തിലാണെങ്കിലും വന്ന് ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമായിട്ടേ എടുക്കുള്ളൂ. കുറ്റമല്ല, നമ്മുടെ ഒരു കുറ്റമല്ല, നമ്മുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മളോട് അത് ചെയ്യരുത്, അല്ലെങ്കിൽ അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല.
ഞാൻ എന്നെ പറ്റി പറഞ്ഞാലും നിങ്ങളെ പറ്റിയാണെങ്കിലും ആരെയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സത്യമായിരിക്കാം നമ്മൾ പറയുന്നത്, എങ്കിലും അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക. അത് ഏറ്റവും പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക. അസത്യമാണെങ്കിലും പ്രിയമുള്ള അസത്യം പറയുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ആൾക്കാരെ സോപ്പിട്ട് നിൽക്കാനാണെങ്കിൽ നമ്മൾ സത്യങ്ങളല്ലാതെ അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറയും. അപ്രിയമായ സത്യങ്ങൾ പറയേണ്ട. സത്യമല്ലെങ്കിലും പ്രിയമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണല്ലോ സ്തുതിപാഠകരുടെ പ്രധാന ജോലി. ഒരാളെ കയ്യിലെടുക്കണമെങ്കിൽ സോപ്പിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നല്ല കാര്യങ്ങൾ മാത്രമല്ല, കയ്യിൽ നിന്നിട്ട് കുറച്ച് കൂടുതൽ പുകഴ്ത്തലുകളും ആകാം, എന്നാലും തെറ്റില്ല. അതൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു പക്ഷെ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്കത് നല്ലതായിരിക്കാം, ഫ്യൂച്ചറിൽ നല്ലതായിരിക്കാം, അവരൊരു വലിയൊരു ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യമായിരിക്കാം. പക്ഷേ എങ്കിലും ആ സമയത്ത് അവരതൊന്നും ഓർക്കില്ല. അവർക്ക് പറഞ്ഞ ആളിനോടായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഷൂട്ട് ദ മെസ്സഞ്ചർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. കൊണ്ടുവന്ന് പറയുന്ന ആരാണോ ആ ആളിനെ ദേഷ്യപ്പെടുക, വഴക്ക് പറയുക, അല്ലെങ്കിൽ ആ ആളോടൊരു വെറുപ്പുണ്ടാകുക. ആ സംഭവത്തോടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോടോ ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത്. ഈ വാർത്തയുമായി പോകുന്ന ആൾ അല്ലെങ്കിൽ ആ നല്ല കാര്യം പറയാൻ ചെല്ലുന്ന ആളിനോടായിരിക്കും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക. പിന്നെ അവർ ചിലപ്പോൾ വർഗ്ഗശത്രുവായി മാറും. നാളെ ഒരു കാലത്ത് പോലും മിണ്ടാത്ത ഒരാളായി മാറും. അല്ലെങ്കിൽ അവർ വളരെ മാർക്ക് ചെയ്ത് മാറ്റം അവർ ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അനുഭവമെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ മറ്റൊരാളുടെ കാര്യത്തിൽ തലയിടാൻ പോണത്, അല്ലേ? അപ്പോൾ കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പറയില്ലേ, ഇപ്പോൾ സിറ്റികളിൽ താമസിക്കുന്ന ആൾക്കാർ ഇപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യം അപ്പുറത്തെ വീട്ടിലുള്ളവർ പോലും അറിയില്ല. ആരാണ് അവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല. അല്ലെങ്കിൽ താമസിക്കുന്നുണ്ടാകാം, ആരാണെന്നറിയാം, പക്ഷേ അവിടെ ആര് വന്നു പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അവിടെ ചില അത്യാഹിതങ്ങൾ സംഭവിക്കുന്നു, എന്നാൽ പോലും ഇപ്പുറത്തെ വീട്ടുകാർ അറിയുന്നില്ല എന്ന് പറയുന്നു. അവിടെ ഒരു പക്ഷേ ഒരു പോലീസിൻ്റെ പ്രസൻസോ എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ നാട്ടുകാർ കൂടും, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ആൾക്കാർ വന്ന് വീടിന് വെളിയിൽ നിൽക്കുന്ന കാണുമ്പോഴാണ് ഇപ്പുറത്തെ വീട്ടിലുള്ളത് എന്ത് പറ്റി, അവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകുന്നത്. അങ്ങനെയും സംഭവിക്കാം. അത് സിറ്റിയിൽ ലൈഫിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് അങ്ങനെയാണ്. എല്ലാവരും അവരവരുടേതായ ന്യൂക്ലിയർ ഫാമിലിയിൽ ഒതുങ്ങി നിൽക്കുന്നു, മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യപ്പെടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, ആ വീട്ടുകാർക്കും താല്പര്യം ഉണ്ടാവില്ല ഇപ്പുറത്തെ വീട്ടുകാരായിട്ട് കൂടുതൽ ക്ലോസ് ആകാനും, കൂടുതൽ ഇൻറ്റിമസി ഉണ്ടാക്കാനും, അല്ലെങ്കിൽ കാര്യങ്ങൾ വർത്തമാനങ്ങൾ ഷെയർ ചെയ്യാനും, അവരുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വരുമ്പോൾ എന്ന് ചോദിക്കാം. അതൊന്നും നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ റീസൺ ആകാം. കാര്യം ഒരുപാട് അനുഭവങ്ങളിലൂടെയാണല്ലോ മനുഷ്യർക്ക് ഓരോ തീരുമാനങ്ങളിലെത്താൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ചിലപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടാകാം. പക്ഷെ എനിക്ക് ജനറലി തോന്നുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഒരാളുടെ നല്ലതിന് വേണ്ടിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തി അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൈകടത്തുന്ന പോലെയാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ തെറ്റായി പോകും. അതിനെക്കാട്ടി നല്ലത് എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഒതുങ്ങുക. പിന്നെ സഹായം ചോദിച്ചു വന്നാൽ സഹായിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. തീർച്ചയായിട്ടും സഹായിക്കണം. നമ്മുടെ മൈൻഡ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം സഹായിക്കാനായിട്ട്. നമുക്ക് ചിലപ്പോൾ നല്ല ഉദ്ദേശം തന്നെയായിരിക്കും, പക്ഷേ എങ്കിലും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഓഫർ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ കുറേ സഹായം ചെയ്യേണ്ട കാര്യമില്ല. വാക്കുകൾ കൊണ്ടോ ഒന്നും വേണ്ട. അവരുടെ കണ്ടറിഞ്ഞ് ചെയ്താൽ പോലും ചിലപ്പോൾ അവർക്കൊരു സഹായത്തിന് നമ്മൾ അറിഞ്ഞു പോയി ചെയ്താലും അവർക്കത് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല, അതൊരു ഇൻസൾട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് ഒരാൾ ആവശ്യപ്പെട്ടാൽ മാത്രം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ഉപകാര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ രീതിയിലാക്കിയാൽ മതി. അതുകൊണ്ട് കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാതെ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈവൻ ഇഫ് അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും വളരെയധികം എന്താ പറയുക സിൻസിയറായിട്ട്, വളരെയധികം ജെനുവിനായിട്ട് ആണെങ്കിൽ പോലും വിത്തൗട്ട് എനി മാലിസ്, ഒരു മോശപ്പെട്ട ചിന്തയും ഇല്ലാണ്ടാണ് സഹായിക്കുന്നതെങ്കിലും വേണ്ട. ഒരു ബിഗ് നോ എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് എല്ലാവർക്കും അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിച്ച് വരുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാതിരിക്കുക, സഹായം ചോദിച്ചു വന്നാൽ തീർച്ചയായിട്ടും സഹായിക്കാം. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള എൻ്റെ ഒരു ഓപ്പൺ തോട്ട്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം, അത് കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പറയുക. ഇതൊരു ഓപ്പൺ ഡിസ്കഷനുള്ളൊരു ഫോറമാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആരോടും അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം, എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു. അത് നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ അനുഭവങ്ങളും പറയുക. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടാകും.
ഇത് വായിച്ചു, ഈ കമൻറ്റ് ബോക്സ് വായിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.